നടക്കൂല അവനെ. ഇവിടെ അങ്ങനെ ഒന്നും കിട്ടത്തില്ലാന്ന്. ചേട്ടാ എങ്ങനെയെങ്കിലും എവിടെയെങ്കിലും ഒരെണ്ണം സെറ്റാക്കി താ ചേട്ടാ. ഒന്നാമത് ഈ ബാച്ചിലേഴ്സ് പറഞ്ഞാൽ തന്നെ ഈ ഹൗസ് ഓണർമാർക്ക് പ്രശ്നമാണ്. നീ ഒരു കാര്യം ചെയ്യും, ഒരു കല്യാണം കഴിയും. ഫാമിലി ആണെങ്കിൽ കാര്യം എളുപ്പം. ഒന്ന് പോയേട്ടാ. നീ ഇതിനു വേണ്ടി അതിൽ മാരണത്തിനിടെ ഞാൻ തലയിൽ വയ്ക്കും. അതിലും ഭേദം വല്ല റെവി ദർശനം പോയിക്കണം. ആ നല്ല ഓപ്ഷൻ, അത് നടക്കട്ടെ. ചേട്ടാ എന്തെങ്കിലും ഒക്കെ സെറ്റാക്കി തന്നിട്ട് പോ ചേട്ടാ. ഉണ്ട്, ഒരു വഴിയുണ്ട്. പക്ഷെ നിന്റെ രീതിക്ക് ശരിയാകൂല. ചേട്ടാ സെറ്റാകും ചേട്ടാ, ആ വഴി തന്നെ മതി. അതിന് നീ വഴി കേട്ടില്ലല്ലോ. അല്ല ചേട്ടൻ്റെ നല്ലതിന് വേണ്ടിയിട്ട് പറയണമെന്ന് എനിക്കറിയാം. സൂയിപ്പിക്കലൊന്നും വേണ്ട, കാര്യം ഞാൻ പറഞ്ഞുതരാം. ഒരു റൂമുണ്ട്, അതൊരു പെണ്ണിന്റെ വീടാ. അപ്പൊ അതില് ഈ റൂമിൽ ഇപ്പൊ ആണായാലും പെണ്ണായാലും വിഷയമില്ല എന്നാണ് അവള് പറഞ്ഞത്. അഡ്വാൻസ് കൂടുതലായിരിക്കും. പിന്നെ ഇതിന്റെ ഒരു സ്വഭാവം അത്ര ഒരു എല്ലാവർക്കും പിടിച്ചു വെക്കാൻ പറ്റുന്ന സാധനമല്ല. സാധാരണ ആൾക്കാർ അവിടെ കയറിയാൽ തന്നെ രണ്ടാമത്തെ ദിവസം ഇറങ്ങും. ഇതൊക്കെ നിനക്ക് അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഞാൻ റെഡിയാക്കി തരാം. അതെ, അഭിനയിച്ചാൽ മാത്രം മതി. അയ്യേ, കണ്ടോളുമാരെ കൂടെ താമസിക്കാൻ എനിക്ക് പറ്റൂല. ആ വേണ്ട, എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യും. നേരത്തെ റെയിൽവേ സ്റ്റേഷൻ പറഞ്ഞില്ലേ, അങ്ങോട്ട് വിട്ടോ. ചേട്ടാ ഓക്കെ, പക്ഷെ ആ പെണ്ണ് എനിക്ക് ബാധ്യതയാവരുത്, അറിയല്ല. അയ്യേടാ, എന്നെ നിന്നെ പെണ്ണ് കാണാൻ പറഞ്ഞൊന്നുമല്ല, നിനക്ക് വേണേ പറഞ്ഞാൽ മതി. വേണം. എന്നാ ഒരു കാര്യം ചെയ്യും, 45,000 രൂപ കിട്ടും, പിന്നെ എന്റെ കമ്മീഷനും ബാക്കി ഞാൻ സെറ്റ് ആയിക്കോളാം. ഹലോ ചേട്ടോ, ഞാൻ ഇവിടെ എത്തി. ആ പെണ്ണിനെ വിളിച്ചിട്ട് എടുക്കുന്നില്ലല്ലോ. ആ കൊള്ളാം. നിന്നോട് ഇന്നലെ തന്നെ വിളിക്കാൻ പറഞ്ഞാലടാ. ആ പെണ്ണ് ഇപ്പൊ തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു രാവിലെ ആകുമ്പോൾ. നീ എന്തോ വിചാരം വിളിച്ചില്ല എന്ന് പറഞ്ഞിട്ട്. ചേട്ടാ എനിക്ക് പെൺപിള്ളേരുടെ സംസാരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണല്ലേ, അതാ പിന്നെ ഞാൻ ഇന്നലെ വിളിക്കാത്ത. കൊള്ളാം, നന്നായിരിക്കുന്നു. എടേ നീയൊക്കെ കൂടി എനിക്കിട്ട് പണി തരുമോ? എടേ പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടല്ലോ, നോക്കിയും കണ്ടൊക്കെ നിൽക്കണം. അതൊക്കെ ഞാൻ ഏറ്റു ചേട്ടാ. ചേട്ടാ ഇപ്പൊ ഞാൻ എന്താ ചെയ്യണ്ടേ? എങ്ങനെയാ അകത്ത് കയറുക? നീ ഒരു കാര്യം ചെയ്യ്, അവളവിടെ ഫ്ലാറ്റില് മറ്റേ ഷൂറാക്കിൽ താക്കോല് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞത് 13H. തൽക്കാലം നീ കയറിക്കോ. ഓക്കെ ഏട്ടാ, ரொம்ப നന്ദി. എന്റെ പൊന്നു ചേട്ടാ, ഈ നാറിയ പറഞ്ഞത് ഞാൻ ഒരിക്കലും സമ്മതിക്കില്ലായിരുന്നു. ചേട്ടൻ ഇപ്പൊ തന്നെ ഇങ്ങോട്ട് വരണം, ഇവൻ ഇപ്പൊ തന്നെ ഇവിടുന്ന് കൊണ്ടുപോകണം.